ഹായ് ഫ്രണ്ട്സ്, ടോക്സ് ആൻഡ് സർക്കിറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറോണയും ലോക്ക്ഡൗണും ഒക്കെ ആയിട്ട് 1-2 മാസമായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സർക്കിട്ടൊന്നും പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോൾ വീട്ടിലിങ്ങനെ വെറുതെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് കുക്കിംഗ് വ്ളോഗ് ചെയ്തുകൂടാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കി നോക്കാൻ പോകുന്നത് ദിൽക്കുഷ് ആണ്. പണ്ട് നമ്മുടെ നാട്ടിലെ ബേക്കറികളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അടിപൊളി പലഹാരമാണ് ദിൽക്കുഷ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടാവും. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ മൈദ. 250 ml മെഷറിംഗ് കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ സെയിം മെഷറിംഗ് കപ്പിൽ തന്നെ വേണം എല്ലാ കാര്യങ്ങളും അളന്നെടുക്കാനായിട്ട്. 1/2 കപ്പ് തേങ്ങ, 1/2 കപ്പ് പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 കപ്പ് പാല്, 1/4 കപ്പ് ഓയിൽ. ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. 1/2 കപ്പ് റൈസിൻസ്. ഞാനിവിടെ ബ്ലാക്ക് റൈസിൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് പിഴിഞ്ഞെടുക്കണം. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വരും. 1 മുട്ട, 2-3 സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം. ഇതിന് ല്യൂക്ക് വാം വാട്ടർ എന്നും പറയും. ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ദിൽക്കുഷ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമേ ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് ഇടാം. ഇതൊന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1-2 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഈസ്റ്റ് പെട്ടെന്ന് ആക്ടിവേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ മിക്സ് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ മിക്സിലേക്ക് ഇനി നമ്മൾ ഒരു മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പാല് എടുത്ത് വെച്ചായിരുന്നത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം ഒരു പകുതി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ പഞ്ചസാര അത്യാവശ്യം മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ജസ്റ്റ് ഒരു ടേസ്റ്റിന് മാത്രം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ ഒരുവിധം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ അളന്ന് ഒഴിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ ഒരു ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ നന്നായിട്ട് കുഴച്ച് വയ്ക്കുക. ഈ ഒരു പരുവത്തിൽ വേണം മാവ് കുഴച്ച് വയ്ക്കാനായിട്ട്. ഇനി ഇത് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഒരു ക്ലിൻ റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടോ മൂടി വയ്ക്കാം. അപ്പോൾ ഈ മാവ് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ടിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിങ്ങിനുള്ള മിക്സ് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് തേങ്ങ ഇടാം. റൈസിൻസ് ഇതിലേക്ക് ചേർക്കാം. ഒരു 1.5 സ്പൂണോളം പഞ്ചസാരയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഗീ ആണ്. 1.5 സ്പൂൺ ഗീയും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫില്ലിങ്ങിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മാവ് ഇവിടെ ഒരു അരമണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കണം. മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ടേബിൾ ടോപ്പിലിട്ട് പരത്തിയെടുക്കാം. മാവിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇതിങ്ങനെ അകത്തോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ പരത്തിയെടുക്കാം. ഈവനായിട്ട് പരത്തിയെടുക്കുക. ഇതിനിപ്പോൾ ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിലാണ് ഞാൻ പരത്തിയെടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 12 ഇഞ്ചോളം വീതി ഉണ്ടാവും. ഇതിനെ നമുക്കൊരു ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റാം. ബേക്കിംഗ് ട്രേയിൽ ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ലെയർ നമുക്ക് ട്രേയിലോട്ട് മാറ്റാം. ഇനി നമുക്ക് അടുത്ത ഹാഫും ഇതുപോലെ തന്നെ പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ അടുത്ത ലെയറും ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 1/4 ഇഞ്ച് കനത്തിൽ തന്നെ വേണം പരത്തിയെടുക്കാനായിട്ട്. നമുക്കിനി ഈ ലെയർ ഒന്ന് മാറ്റി വയ്ക്കാം.
അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മളുടെ ബേസ് ആയിട്ട് വരുന്നത്, ദിൽക്കുഷിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. ഇനി ഇവിടേക്ക് നമുക്ക് ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? അപ്പം നമ്മുടെ ഫില്ലിംഗ് എല്ലാം ഇതുപോലെ ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഇവിടെ സൈഡിലൊരു കുറച്ച് ഭാഗം ലീവ് ചെയ്യണം, നമുക്ക് അടുത്ത ലെയർ ഇട്ടിട്ട് സീൽ ചെയ്യാനുള്ളതാണ്. അപ്പം നമുക്ക് രണ്ടാമത്തെ ലെയർ ഇതിൻ്റെ മുകളിലേക്ക് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് സീൽ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു അരമണിക്കൂറോളം വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. റെസ്റ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്ലീൻ റാപ്പ് വെച്ചിട്ടോ മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. നമ്മളുടെ ദിൽക്കുഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കളർ വരുന്നത് വരെ നമ്മൾ ബേക്ക് ചെയ്യണം. ഇതിപ്പോൾ ചൂടൊക്കെ ആറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതാ നമ്മളുടെ ദിൽക്കുഷ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അകത്തൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അകത്തെ ഫില്ലിംഗ് ആണെങ്കിലും നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ഇനി നമുക്ക് ഈ പിസ്സ ഇട്ടിട്ട് സീൽ ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ കട്ട് ചെയ്യും.